ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. LPSC UPSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വിളികളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വിട്ടുപോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനും. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന LPSC അതേപോലെ തന്നെ UPSC പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഫൈനലായിട്ടുള്ള ഇൻ്റർവ്യൂ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നിലവിൽ കേരളത്തിലെ 14 ജില്ലകളിലെയും ഉദ്യോഗാർത്ഥികളുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, കാരണം നമ്മുടെ കരിയർ വെയിൻ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഏകദേശം 4-5 വർഷത്തിനിടയിൽ DLED അതേപോലെ തന്നെ BEd ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ കഴിഞ്ഞ് ഈ പറയുന്ന ലാസ്റ്റ് വിളിച്ച PSC പരീക്ഷ വളരെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അവിടെ സർട്ടിഫിക്കറ്റ് കൂടി വെരിഫിക്കേഷൻ ചെയ്ത് അവസാനത്തെ, അതായത് ഫൈനൽ അറ്റംപ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ വിദ്യാർത്ഥികൾ അത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉണർത്തുന്നത്. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കാര്യം നമുക്ക് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത്, നിലവിൽ അതായത് LPSC UPSC അതായത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഏകദേശം ഒട്ടുമിക്ക ജില്ലകളിലും കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആ രീതിയിൽ തന്നെ കൃത്യമായിട്ട് ചെയ്ത് സർട്ടിഫിക്കറ്റ് വളരെ കൃത്യമായ രീതിയിൽ വെരിഫൈ ചെയ്ത് OTP ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത, അതായത് LPSC UPSC അതായത് LPയിലും UPയിലും പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ഒരു തസ്തിക, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഫൈനൽ റാങ്ക് ലിസ്റ്റ്. അതിന് മുന്നോടിയായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ചില ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം റാങ്ക് ലിസ്റ്റിൽ, അത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട്. അതേപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ തന്നെ നല്ല ഹൈ ലെവൽ മാർക്കോടുകൂടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇനി നിങ്ങൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് കൃത്യമായിട്ട് നിങ്ങളെ ഇൻ്റർവ്യൂവിന് ലഭിക്കുന്ന മാർക്ക് കൂടി ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഫൈനൽ, അതായത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കാൻ വേണ്ടി ആമുഖമായിട്ട് ഉറപ്പെടുത്തുക. കാരണം ചില ഉദ്യോഗാർത്ഥികൾക്ക് മാർക്കുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും, അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ട് കെയർ ചെയ്യാതെ പോകുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ മാർക്ക് കുറഞ്ഞവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത്, മാർക്ക് കുറഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഇൻ്റർവ്യൂവിൽ നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ എത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർക്കും കൃത്യമായ സാധ്യതയുള്ള കാര്യമാണ് ഇൻ്റർവ്യൂ എന്നുള്ളത് ആമുഖമായിട്ട് ഉണർത്തുക. അപ്പോൾ നിലവിൽ കഴിഞ്ഞ LPSC UPSC പരീക്ഷയുമായി ബന്ധപ്പെട്ട്, അതായത് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താരതമ്യേന ഒട്ടുമിക്ക ജില്ലകളിലും ചില ജില്ലകളിൽ ഷോർട്ട് ലിസ്റ്റിൽ അതായത് ഉദ്യോഗാർത്ഥികൾ എണ്ണം കൂട്ടിയിട്ടുണ്ട്, ചില ജില്ലകളിൽ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും താരതമ്യേന ഏകദേശം കഴിഞ്ഞ ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെറിയൊരു വ്യത്യാസം മാത്രമാണ്. കാരണം നേരത്തെ പറഞ്ഞ ചില ജില്ലകളിൽ, അതായത് ട്രിവാൻഡ്രം, അതേപോലെ പത്തനംതിട്ട, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ LPSC കഴിഞ്ഞ ലിസ്റ്റിനെ അപേക്ഷിച്ച് കൂടുതൽ പേരെ ഈ ഒരു പുതിയ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രിവാൻഡ്രം, ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ UPSC പരീക്ഷയിലും ഉദ്യോഗാർത്ഥികളെ കഴിഞ്ഞ PSC അപേക്ഷിച്ച് കൂടുതൽ അതായത് കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു മാറ്റം ഈ ഒരു കൂടുതൽ പേരെ ചില ജില്ലകളിൽ കൂട്ടിയിട്ടുണ്ട്, ചില ജില്ലകൾ ചെറിയ രീതിയിൽ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള ഇനി ഉദ്യോഗാർത്ഥികളുടെ വളരെ പ്രധാനപ്പെട്ട ഇനി കാര്യമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് നിലവിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും ടീച്ചിങ് മേഖലയിലോട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ടീച്ചിങ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടായിരിക്കണം. ഇനി ചില സംബന്ധിച്ചിടത്തോളം ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു തരം പേടിയാണ്. അത്തരത്തിലുള്ള പേടി നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റി നമ്മൾ ഒരു കോൺഫിഡൻസോടുകൂടെ തന്നെയാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. കാരണം ടീച്ചിങ് മേഖലയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ പലപ്പോഴും ഉദ്യോഗാർത്ഥികളോട് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ CV ആണ്. കാരണം നമ്മൾ കേരള PSCയുടെ ഈ ഒരു LPSC UPSC തസ്തികയിലോട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മളൊരു കൃത്യമായിട്ടൊരു ബയോഡാറ്റ നമ്മൾ തയ്യാറാക്കി വെക്കണം. അപ്പോൾ ആ ഒരു ബയോഡാറ്റ എപ്പോഴും പറയുന്ന കാര്യമാണ്, ബയോഡാറ്റയിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യാതെ കൃത്യമായിട്ട് നമുക്ക് ഉള്ള കാര്യങ്ങൾ മാത്രം, അതിലോരോ കാര്യം നമ്മുടെ പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും നമ്മുടെ പേഴ്സണൽ, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ്, അതേപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള പല കാര്യം നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ നമ്മുടെ പാഷൻ, അതൊക്കെ
അതിൽ ഹോബീസ്, ഇങ്ങനെയൊക്കെ പലതും ആഡ് ചെയ്യാറ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ബയോഡാറ്റയിൽ എൻ്റർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഏത് രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാലും നമ്മൾ പഠിച്ച കാര്യമായിക്കോട്ടെ, നമ്മൾ ട്രെയിനിങ് ആയിക്കോട്ടെ, നമ്മുടെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ഏഡ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് നമുക്കുണ്ടായിരിക്കണം. കാരണം പലപ്പോഴും പല ഉദ്യോഗാർത്ഥികൾ നമ്മൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് സി വിയിൽ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് എപ്പോഴാണ് അത് എങ്ങനെയാണ് എന്ന് പോലും ഒരു ധാരണ ഉണ്ടാവാറില്ല. ചിലപ്പോൾ അതിലുള്ള സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. അപ്പോൾ അത് കോമൺ ആയിട്ട് ഇത് ഒരു PSC പരീക്ഷയുടെ ഇൻ്റർവ്യൂ എന്നല്ല, നോർമൽ ഏത് ഇൻ്റർവ്യൂ ആണ് നമ്മുടെ ബയോഡാറ്റയിൽ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഉള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എഡ് ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ബയോഡാറ്റ തന്നെയാണ്. അപ്പോൾ PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ LPSA UPSA ഇൻ്റർവ്യൂവിന് പോകുന്നവർ കൃത്യമായിട്ടുള്ള ഒരു ബയോഡാറ്റ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമുക്കുള്ള കാര്യങ്ങൾ, നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ ചോദ്യം ചോദിച്ചാലും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ആൻസർ കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ബയോഡാറ്റ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇൻ്റർവ്യൂയുടെ പ്രസൻറ്റേഷൻ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കൃത്യമായിട്ടൊരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരിക്കണം. കാരണം നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അവിടെ എത്തുന്ന സമയത്ത്, നമ്മുടെ മുമ്പിലോട്ട് എത്തുന്ന അവസരത്തിൽ പലരും പേടിയോടുകൂടെ വരുന്നവരാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ വരുന്നത് ഒരു ടീച്ചറാണ്. നാളെ നിങ്ങൾ ഒരു 40, 50 അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും നിങ്ങൾ അഭിസംബോധന ചെയ്യേണ്ട ഒരു ടീച്ചറാണ് നിങ്ങൾ ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കാരണം ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് തന്നെ പേടിയോടുകൂടെ വിറച്ച് വരുന്നൊരു അവസരം നമ്മൾ ഒരിക്കലും ഉണ്ടാക്കിയെടുക്കരുത്. ഇത് നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ മാർക്കിനെ ബേസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു ടീച്ചർ എങ്ങനെയാണ് വരുന്നത്, ആ രീതിയിൽ തന്നെ ആ ഒരു കോൺഫിഡൻസോടുകൂടി നമ്മൾ എന്താക്കുക, ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രസൻറ്റേഷൻ വളരെ ഓപ്പണായ രീതിയിൽ, ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്കെന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ നടത്താം. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഇരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഒരുപാട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പല സ്ഥാപനങ്ങളും ഈ രീതിയിൽ ഓൺലൈനായിട്ടും പല മോക്ക് ടെസ്റ്റൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സൗണ്ട് നമുക്ക് നോക്കും. കാരണം നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അത് നമ്മൾ ഒന്നാമതായിട്ട് നോക്കും. ചില ഉദ്യോഗാർത്ഥികൾ നമ്മൾ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് വളരെ കൃത്യമായ രീതിയിൽ കാം ആൻഡ് ക്വയറ്റോടുകൂടി നമ്മൾ എന്താകണം, നമ്മുടെ റിപ്ലൈ കൊടുക്കണം. പുഞ്ചിരിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള പ്രസന്നമായ മുഖത്തോടു കൂടി തന്നെ നമ്മൾ ഉത്തരം നമ്മൾ പറഞ്ഞിരിക്കണം. കാരണം ചില ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവമായ രീതിയിൽ ആ രീതിയിൽ ഇതൊക്കെ നമ്മുടെ ആൻസർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഇൻ്റർവ്യൂ കൂടി നിങ്ങൾ നെഗറ്റീവായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് അറിവില്ലാത്ത ചോദ്യമാണെങ്കിലും അറിയാവുന്ന ചോദ്യമാണ് വളരെ കോൺഫിഡൻസോടുകൂടി വളരെ പ്രസന്നമായ മുഖത്തോടുകൂടി നമ്മൾ ആൻസർ കൊടുക്കുക. ഇനി അറിയാത്ത കാര്യമാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ അറിയില്ല എന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ താഴ്മയോടുകൂടി നമ്മൾ പറയുകയും ചെയ്യുക. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. കോമണായിട്ട് ഏത് ഇൻ്റർവ്യൂ ആണ് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് അറിയാം എന്നാൽ അതുകൂടി ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. അതേപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് കയറി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് കൃത്യമായിട്ട് നമുക്ക് നോക്കും. കാരണം ഞാനൊക്കെ പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും ഒരു ഉദ്യോഗാർത്ഥി നമ്മുടെ മുമ്പിൽ കടന്ന് വരുന്ന ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് നമുക്ക് അവരെ വിലയിരുത്താൻ പറ്റും. ഈ മുമ്പിലിരിക്കുന്ന ഈ ഒരു ഉദ്യോഗാർത്ഥി നമ്മുടെ ടീച്ചിങ് അല്ലെങ്കിൽ ഏത് പ്രൊഫഷനാണെങ്കിലും ഈ ഒരു പ്രൊഫഷന് യോഗ്യതയുള്ള ആളാണോ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ഇതിനൊക്കെ മാർക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രസൻറ്റേഷനിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ സൗണ്ട് ആയിക്കോട്ടെ ഇങ്ങനെ സിസ്റ്റത്തിലേക്ക് കഴിവില്ല എങ്കിലും അടുത്ത ടെസ്റ്റിൽ മറ്റുള്ള മേഖലയിലോട്ട് കൃത്യമായിട്ടുള്ള ഒരു അറിവുള്ള വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇൻ്റർവ്യൂ അയാൾ വിജയിക്കും, മാർക്ക് ഉണ്ടാകും. പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക്, ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ പ്രസൻറ്റേഷൻ സ്കില്ലിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് അതേപോലെ സൗണ്ട് ഇതൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒരിക്കലും നമ്മൾ അതായത് വോയിസൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൃത്യമായിട്ടൊരു ഗൗരവം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ മറ്റു വളരെ പ്രധാനപ്പെട്ട ഏത് ഇൻ്റർവ്യൂവിൽ പോവുകയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഡെമോ ക്ലാസ് എടുപ്പിക്കൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ PSC ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ള ഇൻ്റർവ്യൂ പോകാൻ ഡെമോ ക്ലാസ് ടീച്ചിങ് മേഖല വളരെ കമ്പൽസറിയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും ഡെമോ ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോവുക. നോർമലി നമ്മൾ സാധാരണഗതിയിലേക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡെമോ ക്ലാസ് എടുക്കാനുള്ള അവസരം ഉണ്ടാകും. പക്ഷേ ഒട്ടുമിക്ക ഇൻ്റർവ്യൂവിലും കൃത്യമായിട്ടുള്ള ടോപ്പിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തരും. ഒരു പക്ഷേ ഏതെങ്കിലും എനി സബ്ജക്റ്റ്, കാരണം നിങ്ങൾക്കറിയാം LP-യിലാണെങ്കിലും UP-യിലാണെങ്കിലും ടീച്ചേഴ്സ് എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കണം. അത് മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ,
സയൻസ് ആയിക്കോട്ടെ ഏത് മേഖലയിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റും നമ്മൾ എടുക്കേണ്ടവരാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കാമെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് എടുക്കാം. ഇനിയല്ല സ്വാഭാവികമായിട്ട് ഒരു ഡെമോ ക്ലാസ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലൊരു ടോപ്പിക് മാത്രമാണ് തരുള്ളൂ. അതിനെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഏത് ടോപ്പിക് ആണെങ്കിലും ഒരു പോയം ആണെങ്കിൽ പോയം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ട് LP UP നമ്മൾ ചോദിക്കുന്നത് ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത അല്ലെങ്കിൽ അത്തരത്തിലുള്ള രസകരമായ രീതിയിലൊരു ടോപ്പിക്ക് തരും. കാരണം നിങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, ആ ഒരു പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കും അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു ടീച്ചറാകുന്നു. നമ്മുടെ ഇൻ്റർവ്യൂവിന് മുമ്പിൽ ബോർഡിന് മുമ്പുള്ളവർ സ്റ്റുഡൻസ് ആയിട്ട് നമ്മൾ കാണുന്നു. ആ രീതിയിൽ അവർ ആ സമയത്ത് നമ്മുടെ മുമ്പിലുള്ളവർ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ടീച്ചറാകുന്നു. കൃത്യമായ രീതിയിൽ പാട്ട് പാടുന്നവർ കൃത്യമായിട്ട് അവർക്ക് എത്രത്തോളം ആ ഒരു പാട്ടിനെ മനോഹരമാക്കാൻ പറ്റുമോ ആ രീതിയിൽ അവർ മനോഹരമാക്കണം. കഥ പറയുന്നവരാണെങ്കിൽ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ ആ രീതിയിൽ അവർ കഥ പറയണം. ആ രീതിയിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് സ്വാഭാവികമായിട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വളരെ മനോഹരമാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ ഡെമോ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡെമോ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന LPയിലും UPയിലും DLED അല്ലെങ്കിൽ B.Ed പഠിക്കുന്ന സമയത്ത് ഒരുപാട് നിങ്ങൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഡെമോ ക്ലാസ് നിങ്ങൾ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ആ ഡെമോ ക്ലാസ് ഒന്നുകൂടി നിങ്ങൾ മനോഹരമാക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന കാര്യമാണ് മറ്റുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. അതായത് ജസ്റ്റ് GK ക്വസ്റ്റ്യൻ ചോദിക്കാം. അതേപോലെ തന്നെ നമ്മൾ B.Ed അതേപോലെ DLED പഠിക്കുന്ന സൈക്കോളജിയുടെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷൻ മേഖലയിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഫിലോസഫി, നിങ്ങൾ നിങ്ങളോട് ഫിലോസഫി നിങ്ങൾ സബ്ജക്റ്റ് പഠിച്ചവരാണ്, അതേപോലെ സൈക്കോളജി പഠിച്ചവരാണ്. നിങ്ങൾ ഈ പറയുന്ന PSC പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലാതെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾ ചോദിക്കുക. ടീച്ചിങ് എന്നുള്ളത് സൈക്കോളജി, ഫിലോസഫി, അതേപോലെ ചിലപ്പോൾ നിങ്ങൾ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചില ക്വസ്റ്റ്യൻസും ചോദിക്കും. അത്തരത്തിലുള്ള ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ അഡീഷണൽ ആയിട്ട് ചോദിക്കും. ഇതിനേക്കാളൊക്കെ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു ടീച്ചർ എന്ന രീതിയിൽ നിങ്ങളെ പ്രസൻറ്റേഷൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള കോൺഫിഡൻസോടുകൂടി കൃത്യമായ രീതിയിൽ ഒരു കോൺഫിഡൻസോടുകൂടെ നല്ല രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഉത്തരം അറിയില്ല എങ്കിലും 1-2 ചോദ്യത്തിന് ഉത്തരം അറിയില്ല എങ്കിലും നിങ്ങൾ ആ ഒരു പ്രസൻറ്റേഷനും നിങ്ങളുടെ ഡെമോ ക്ലാസ്സും നിങ്ങളുടെ ആ ഒരു ഇൻ്റർവ്യൂവിന് വരുന്ന സമയവും നിങ്ങളുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉന്നതിയിലെത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ അവസാനത്തെ ഘടകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ GK അതേപോലെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ച ചില ക്വസ്റ്റ്യൻസൊക്കെ സ്വാഭാവികമായിട്ട് ചോദിക്കും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള പല ആക്റ്റുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും. അതേപോലെ ഒരു ടീച്ചറുമായി ബന്ധപ്പെട്ടുള്ള സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കോമൺ ആയിട്ടുള്ള മറ്റു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് PC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തവരാണ്. അതൊക്കെ ഒന്നുകൂടി നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ അതും കൂടി നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ നല്ല ഉന്നതമായ മാർക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതാണ്. ഇനി അഥവാ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ല എങ്കിൽ അതിൽ നിങ്ങൾ പറയാവരുത്. നിങ്ങൾ കൃത്യമായിട്ട് ആ ഉത്തരം നിങ്ങൾ അറിയില്ല എന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യന് വേണ്ടി നിങ്ങൾ ഫേസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ വളരെ പ്രതീക്ഷയോടുകൂടെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്കൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനും തുടർന്ന് നിങ്ങൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഉന്നതമായ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് വരുവാനും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ സ്വപ്നമായ ഗവൺമെൻറ് സ്കൂൾ LP അല്ലെങ്കിൽ UP ടീച്ചറായിട്ട് മാറുവാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നമ്മുടെ കീഴിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ലഭിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ മെയിൻ ലിസ്റ്റിലുണ്ട്, അതായത് ഷോർട്ട് ലിസ്റ്റിലുണ്ട്. അവരൊക്കെ മെയിൻ ലിസ്റ്റിലേക്ക് എത്തുവാനും കൂടാതെ നിങ്ങൾക്കും ഈ രീതിയിൽ നല്ല രീതിയിൽ ഒരു മികച്ച അധ്യാപകരായിട്ട് നാടിനും സമൂഹത്തിനും കുടുംബത്തിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു മികച്ചൊരു അധ്യാപകരാകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും എഡ്യൂക്കേഷൻ ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.